കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി BN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് വേണ്ടി പോലീസ് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും വിമർശിക്കുന്ന കാഴ്ചപ്പാടാണ് ഇപ്പോഴത്തെ പൊതുസമൂഹത്തിന്റെ രീതിയെന്ന് മന്ത്രി പറഞ്ഞു. യഥാർത്ഥ കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന പോലീസുകാരെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലിയാണ് ഇപ്പോൾ. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. കുറ്റം ചെയ്തവരെ കൃത്യമായ അന്വേഷണം വഴി മാത്രമേ കണ്ടെത്താൻ കഴിയൂവെന്നും മന്ത്രി പറഞ്ഞു. ശിക്ഷ കിട്ടുമ്പോൾ മാത്രമാണ് പ്രതി കുറ്റക്കാരനാകുന്നത്. പോലീസിന്റെ നന്മ പ്രവർത്തനങ്ങളെ സമൂഹം തിരിച്ചറിയണമെന്നും ഏത് ഘട്ടങ്ങളിലും മികച്ച പ്രവർത്തനമാണ് കേരള പോലീസ് നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി ഒത്തുകൂടലും പരസ്പരം സ്നേഹവും ബഹുമാനവും എല്ലാം നിലനിർത്തി കഴിഞ്ഞ കാലഘട്ടത്തിലെ സൗഹൃദം എല്ലാം ഊട്ടിയുറപ്പിക്കാനൊരവസരമൊരുക്കുന്നത് മാത്രമല്ല ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഭാഗമാണ് സമ്മേളനത്തിൻ്റെ. അതേസമയത്ത് തന്നെ നമുക്ക് സംഘടനാപരവും അതോടൊപ്പം തന്നെ വിവിധ തരത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും കൊണ്ടുവരാൻ സഹായിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനം കൂടി നമ്മുടെ പെൻഷനേഴ്സിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ സർവീസിലുണ്ടായിരുന്ന കാലഘട്ടത്തെ പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ സർവീസിൽ നിന്ന് പിരിഞ്ഞും പിന്നീട് പെൻഷനേഴ്സിൻ്റെ സംഘടന കെട്ടിപ്പടുമ്പോൾ ആ സംഘടനയോടും ആ തരത്തിൽ തന്നെ നമ്മൾ കൃത്യമായി പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകണം. അതായിരിക്കണം നമ്മുടെ സംഘടനാ രംഗത്തെ കാഴ്ചപ്പാട് എന്ന് ആമുഖത്തിൽ സൂചിപ്പിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചോളം പൊതുവിൽ ഇന്ന് കാണുന്ന ഒരു ട്രെൻഡ്, എത്ര നല്ല കാര്യങ്ങൾ പോലീസ് ചെയ്താലും ആ ചെയ്യുന്ന കാര്യങ്ങൾ അവസാനം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയ ന്യൂനത വന്നാൽ ആ ന്യൂനത മാത്രം പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവൻ വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നു. അതുപോലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളർത്തിക്കൊണ്ടുവരുന്ന ബോധപൂർവമായ ശ്രമങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പോലീസിൻ്റെ നീക്കത്തിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസ് പോയി സ്വർണം പിടിച്ചാൽ ആ പിടിക്കുന്നിടത്ത് ആരാണിത് കൊണ്ടുവന്ന്, കള്ളക്കടത്തുകാരൻ ആരാണ്, എവിടുന്ന് കൊണ്ടുവന്നു, എങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം പിടിച്ച് കൊണ്ടുവന്ന് കേസാക്കി കഴിഞ്ഞാലും ആ കേസാക്കി കഴിഞ്ഞ പോലീസുകാരൻ ഇതിനകത്ത് വല്ല കുഴപ്പം കാണിച്ചുള്ളത് മാത്രം പരിശോധിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റുമാനൂർ KNB ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KG രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി JBK ജോൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര, 80 വയസ്സിന് മുകളിലുള്ള അംഗങ്ങളായ CS രാജപ്പൻ, CP തങ്കപ്പൻ എന്നിവരെയും, കാതികൻ സർവശ്രീ വിനോദ് ചെമ്പക്കര, പഞ്ചായത്ത് അംഗങ്ങളായ S രാധാകൃഷ്ണൻ, KV ഉദയപ്പൻ, സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KT പുന്നൂസ്, ഹരിമോൻ, PT ഷാജി, KM ജോസഫ്, V ലാലൻ എന്നിവരെയും ആദരിച്ചു. KPPA സംസ്ഥാന പ്രസിഡന്റ് KK ജോസ്, വൈസ് പ്രസിഡന്റ് ബാബു ജോർജ്, KPOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി K നായർ, KPPA സെക്രട്ടറി K രാജൻ, KDPCS പ്രസിഡന്റ് അജിത്ത് ചിറയിൽ, കോട്ടയം KPA സെക്രട്ടറി രഞ്ജിത്ത് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മാത്യു ജോസഫ് സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ KK ഷംസു കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് KPPA കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗാനമേള നടന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി K രാജൻ സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി മാത്യു ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും ഗജാൻജി PR മോഹൻദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചകൾക്കും മറുപടി പ്രസംഗത്തിനും ശേഷം ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. സ്വാഗത സംഘം ജനറൽ കൺവീനർ MD ജോസ് കൃതജ്ഞത രേഖപ്പെടുത്തി. i4A ന്യൂസ്, ഏറ്റുമാനൂർ.